ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വേദിക് വ്ളോഗ്സ്. എമ്പുരാൻ ലോക മലയാളികൾ ഒരു ചിത്രത്തിന് വേണ്ടിയും ഇതുപോലെ കാത്തിരുന്നിട്ടുണ്ടാവില്ല. അങ്ങനെ കാത്തിരുന്ന് അവസാനം ലോകമെമ്പാടും എമ്പുരാൻ ഇന്ന് അവതരിച്ചു. ഞാൻ സിനിമ കണ്ട് ഇപ്പോ വന്നതേ ഉള്ളൂ. മലയാള സിനിമയുടെ തന്നെ ചരിത്രം തിരുത്തി കുറിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ ചിത്രം നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നുവോ എന്ന് നമുക്ക് നോക്കാം. എമ്പുരാൻ നമ്മൾ എല്ലാവരും കാത്തിരുന്ന സിനിമ വൻ പൊളിയാണ് ഗൈസ്. ഇറ്റ് ഡെലിവേഴ്സ് ബിഗ് ടൈം. ലൂസിഫർ നമുക്ക് തന്ന വലിയ പ്രതീക്ഷകൾ കാത്തു എന്നു മാത്രമല്ല, അതിനെ ഒരു പുതിയ തലത്തിലേക്ക്, ഒരു ലീഗിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തുടർച്ചയാണ് എമ്പുരാൻ. സ്റ്റീഫൻ നെടുമ്പള്ളിയായി അല്ലെങ്കിൽ ഖുറേഷി അബ്രാമായി ദി കിങ് മോഹൻലാൽ അതിശക്തമായി ഒരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിസ്മയും ലാർജർ ദാൻ ലൈഫ് സ്ക്രീൻ പ്രസൻസും വേറെ ലെവലാണ് ചിത്രത്തിൽ. ലൂസിഫറിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം കൂടുതൽ അപകടകരവും കൂടുതൽ തന്ത്രശാലിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും എഡ്ജ് ഓഫ് ദി ത്രില്ലർ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ആക്ഷൻ സീക്വൻസുകൾ ഹോളിവുഡ് ലെവലാണ്. പിന്നെ പറയാനുള്ളത് സ്റ്റൺ കൊറിയോഗ്രാഫി. അതിൻ്റെ സ്കെയിൽ, അതിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാം കൊണ്ടും തീ പാറിച്ചു ഗൈസ്. സെക്കൻഡ് ഹാഫിലെ സ്റ്റൺ സീൻസ് ഒക്കെ ഫുൾ ഗൂസ്ബം മൊമെൻറ്റ്സ് ആണ്. മാസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, മാസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാപ്പ് എന്ന് പറയേണ്ടി വരും. നമുക്ക് ഇനി ക്യാമറയ്ക്ക് പിന്നിലുള്ള മനുഷ്യരെ കുറിച്ച് സംസാരിക്കാം. പൃഥ്വിരാജ് സുകുമാരൻ, ഹാറ്റ്സ് ഓഫ് യു മാൻ. ഒരു കാര്യം പറയട്ടെ, ഇത് വെറും ഒരു സീക്വൽ അല്ല, ഇത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സിനിമയാണ്. മലയാള സിനിമയെ ആഗോളതലത്തിലേക്ക് അദ്ദേഹം ഉയർത്തിയ രീതി അസാധാരണമാണ്. സംവിധാനം ടോപ്പ് നോച്ചാണ്. ഒരു ഡൾ നിമിഷം പോലുമില്ല. ഹോളിവുഡ് ലെവലിലുള്ള മേക്കിംഗ് ചിത്രത്തെ വേറെ ലെവലിൽ എത്തിക്കുന്നു. കഥയെപ്പറ്റി പറഞ്ഞാൽ ഗ്രിപ്പിംഗ് ആണ് കഥ. അധികാര നാടകങ്ങൾ മുതൽ രാഷ്ട്രീയ നാടകവും ആഴത്തിൽ വേരൂന്നിയ ഗൂഢാലോചനകളും വരെ നിറഞ്ഞതാണ് സിനിമ. എമ്പുരാൻ വെറും ഒരു സിനിമയല്ല, അതൊരു അനുഭവമാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ നിഗൂഢത, അദ്ദേഹത്തിൻ്റെ ഭൂതകാലം, ഭാവി എന്നിവയിലേക്ക് എല്ലാം കഥ ആഴത്തിലിറങ്ങുന്നു. അബ്രാം ഖുറേഷിയുടെ മാത്രമല്ല, സെയ്ദ് മസൂദിൻ്റെയും കഥയാണ് എമ്പുരാൻ. കഥയുടെ ട്വിസ്റ്റുകൾ ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ് ആണ്. മുരളി ഗോപിയുടെ തിരക്കഥ സ്മാർട്ട് എന്നേ പറയാനുള്ളൂ. ഓരോ സംഭാഷണവും അതിശക്തമാണ്. ഓരോ നീക്കവും ഓരോ കണക്കുകൂട്ടലിലാണ്. സ്റ്റീഫനെ ചുറ്റിപ്പറ്റിയുള്ള കഥാപാത്രങ്ങൾക്ക് അവർക്കെല്ലാം അവരുടേതായ മൊമെൻറ്റ്സ് ഉണ്ട്. മഞ്ജു വാര്യർ പൊളിച്ചടക്കിയിട്ടുണ്ട്. മഞ്ജുവിന് തിരിച്ചുവരവിൽ കിട്ടിയ ഏറ്റവും മികച്ച കഥാപാത്രമാണ് പ്രിയദർശിനി രാമദാസ്. ടൊവിനോ തൻ്റെ കഥാപാത്രം മനോഹരമാക്കി. പക്ഷേ ഒരു യഥാർത്ഥ രാജാവിനെ പോലെ സ്ക്രീൻ സ്വന്തമാക്കുന്നത് മോഹൻലാലാണ്. കൂടെ പടയാളിയായി പൃഥ്വിരാജും. ദൃശ്യപരമായ ഈ ചിത്രം ഒരു വിരുന്നാണ്. ഛായാഗ്രാഹകൻ സുജിത് വാസുദേവ് നമുക്ക് ചില അതിശയിപ്പിക്കുന്ന ഷോട്ടുകൾ നൽകിയിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പുകൾ, ഉയർന്ന ഓക്ടേൻ ആക്ഷൻ രംഗങ്ങൾ എല്ലാം എപ്പിക്കാണ്. എന്നാൽ ആക്ഷനെക്കുറിച്ചോ ഗാംഭീര്യത്തെക്കുറിച്ചോ മാത്രമല്ല പറയാനുള്ളത്. ഈ സിനിമയിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. എമ്പുരാൻ സെറ്റ്സ് ബാലൻസ്, ബ്രിങ്സ് അഡ്രിനാലിൻ പമ്പിംഗ് മൊമെൻറ്റ്സ്. ഓൾസോ ശക്തമായി സ്പർശിക്കുന്ന അനവധി മുഹൂർത്തങ്ങളും വികാരങ്ങളും കൊണ്ടുവരികയും ചെയ്യുന്നു. മോഹൻലാലിൻ്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ തീവ്രത, ആ കമാൻഡിങ് ഡയലോഗുകൾ ശരിക്കും മാസ്ക ബാപ്പ് എന്നേ പറയാനുള്ളൂ. സോ ദിസ് ഈസ് ദ ഫൈനൽ വെർഡിക്റ്റ്. എമ്പുരാൻ വെറും ഒരു സിനിമയല്ല, മലയാള സിനിമയ്ക്ക് തന്നെ ഒരു ഗെയിം ചേഞ്ചറാണ്. സീക്വൽസ് നിർമ്മിക്കേണ്ടത് ഇങ്ങനെയാണ്. മോഹൻലാലിനെ ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. പൃഥ്വിരാജിൻ്റെ സംവിധാനം അതീവ മികവുറ്റതാണ്. ചിത്രം വളരെയധികം ശ്രദ്ധയോടെയും പാഷനോടെയും നിർമ്മിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ഈ സിനിമ കണ്ട് കൈയടിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ലൂസിഫറിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിലും വലിയ ഒന്നാണ് എമ്പുരാൻ. ഒരു സിനിമയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിലുണ്ട്. ആക്ഷൻ, ഡ്രാമ, ത്രില്ലുകൾ, ഏറ്റവും പ്രധാനമായി തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള മാസ് സീൻ. Trust me, this is a must watch. History created in Malayalam cinema.
We are on a big league now. Thanks to Prithviraj Mohanlal, Anthony Perumbavoor and Gokulam Gopalan. എമ്പുരാൻ കാണുമ്പോൾ ഞാൻ അനുഭവിച്ച അതേ രോമാഞ്ചം നിങ്ങൾക്കും അനുഭവപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയ സിനിമ റിവ്യൂവുമായി ഞാൻ വരാം. Please like and subscribe to my channel. This is Vedic Vimal signing off. Bye bye.